Uçuyor yıldızlara müptezel bayan. Harmanım, baba nerede çarşafım? Gördüğüm bu വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ദിസ് ഇസ് ചങ്ക് ജൂഡൻ വ്ളോഗ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് മച്ചന്മാരെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അനീഷ് എന്ന് പറയുന്ന ഒരു അണ്ണനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം ജോലിക്ക് പോയ തിരക്കിൽ മരം പിറത്ത് വീണ് നല്ല പരിക്കേറ്റ നിലയിൽ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പം നമ്മളാ കഴിയുന്ന സഹായങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരി കൊടുക്കുന്നു, ആഹാര സാധനങ്ങൾ എല്ലാം ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അനീഷനെയും കാണാം, ബാക്കി സാധനങ്ങളെല്ലാം നമുക്കിപ്പോൾ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അകത്ത് കയറാം. നല്ല വിഷമമുണ്ട് കേസ്. കാരണം നമ്മളെ പോലെ ഒരു 10-25 വയസ്സാവുന്ന അണ്ണനെ ആയുള്ളൂ. അപ്പോൾ ആ അണ്ണൻ നല്ല കിടപ്പുമായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഒരു മകനും ഉണ്ട്. അപ്പോൾ നല്ല വിഷമമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറാം. ബൈ. അപ്പോൾ ഇതുവഴിയാണ് പോകേണ്ടത്. ഞങ്ങളുടെ വീടിൻ്റെ കല്ലമ്പലം നാവായിക്കുളത്താണ് സ്ഥലം. കുടക്കീട്ടിലും പുനരധിവാസ കേന്ദ്രത്തിലെ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ അരിയും സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഇതിൻ്റെ കുടക്കീഴിലായിട്ടുള്ള ഗ്രൂപ്പിലെ ഒരു അംഗമായ നിയാസ് എന്ന് പറയുന്ന അംഗിളായിട്ടൊന്ന് ഞാൻ 2 ദിവസം മുമ്പ് മുക്കടയിലുള്ള അനീഷിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ചെയ്തായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് 4 മാസം മുമ്പ് തലയിൽ മരം വന്ന് വീണു ഗുരുതരമായ അവസ്ഥയിലാണ് കിടക്കുകയാണ്. അങ്ങനെ അതിൽ പ്രകാരം ഞാൻ ഒരു കുടക്കീൽ എന്ന ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽപ്പെട്ട ഭാരവാഹികളെല്ലാവരും കുറച്ച് അരിയാഹാരങ്ങളും കാര്യങ്ങളെല്ലാം സന്തോഷിക്കുന്നു. നമ്മളെ അനീഷ് അവൻ്റെ അമ്മയായിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം. 4 മാസം കൊണ്ട് എൻ്റെ മഞ്ഞിനെ കിടപ്പിലാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു വരുമാനം, എൻ്റെ ഏക ആശ്രയമാണ് ആ കിടക്കുന്നത്. വേറെ ഒരു വരുമാനം പോലും എനിക്കില്ല. എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും എൻ്റെ നൂറ്റെടുത്ത് എനിക്ക് തന്നാൽ മതി. പൈസക്ക് നിങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. എനിക്ക് ഭർത്താവുമില്ല. അവൻ്റെ ഒരുത്തൻ്റെ ആശ്രയമാണ് നമുക്ക്. ഇപ്പൊ തന്നെ മറ്റുള്ളവർ ചെലവിന് തന്നാൽ ഞങ്ങൾ ജീവിക്കുന്നതന്നെ. എന്ത് പറ്റിയതാണ്? ജോലിക്കായി മരം വീണത്. മരം വീണതാണല്ലേ? ഡോക്ടറൊക്കെ എന്ത് പറയുന്നു? പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചിത്രയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവനെ കൊണ്ട് എനിക്ക് നിവർത്തിയില്ല. ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല അവനെ കൊണ്ടുപോകാനുള്ള. ഇതിപ്പോൾ കുടക്കീഴിലും പുനർജനി എന്ന് പറയുന്ന വൃദ്ധസ്ഥാനത്തിലെ ആൾക്കാരും കുടക്കീഴ് ഗ്രൂപ്പ് എന്ന കൂട്ടായ്മയും ഇപ്പോൾ വന്ന് അനീഷനെ സഹായിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നുമോനെ എനിക്ക് ഒരു നൂത്ത് എനിക്ക് അവൻ്റെ ആയുസ് ഭംഗിയായിട്ട് എനിക്ക് തന്നാൽ മാത്രം മതി. അവന് പണം ചിലവാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് അതാണ് അതൊക്കെ ദൈവം നോക്കിയുള്ളൂ. നിവർത്തിയില്ല എന്നൊക്കെ പണം. അപ്പോൾ ഇത് അനീഷ് അണ്ണൻ്റെ ഭാര്യയാണ്. അപ്പം ചേച്ചിയോട് എന്താണെന്ന് ചോദിക്കാം. എന്താണ് എനിക്ക് പഴയതുപോലെ തിരിച്ചു സഹായിക്കും, എല്ലാവരും സഹായിച്ചു. മോൻ്റെ പേരെന്താ? എത്ര വയസ്സായി? 1.5 വയസ്സായി. പഴയതുപോലെ കിട്ടും, പേടിക്കണ്ട.
4 മാസമായല്ലേ? ജനങ്ങളായാലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവത്തിനോട്. പൊതുപ്രവർത്തകൻ മാമനും കൂടെ ഉണ്ട്. അപ്പം മാമൻ്റെ കൂടെ എന്താണ് നമ്മൾ ചോദിക്കാം. നമസ്കാരം. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെയുള്ള എൻ്റെ പേര് സമീർ, മുക്കടയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാനിവിടുത്തെ ചെറിയ ഇതുപോലുള്ള നമ്മളാൽ കഴിയുന്ന ചെറിയ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇങ്ങോട്ട് ഇതെൻ്റെ സുഹൃത്ത് അലി. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അടുത്ത് കിടന്ന് നമ്മളടുത്താണെങ്കിൽ പോലും അറിഞ്ഞിട്ട് ഒരാഴ്ചയാണ് ആയത്. അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വന്ന് അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നെ എൻ്റെ സുഹൃത്തായ കല്ലമ്പലത്തുള്ള റിയാസ് എന്ന് പറഞ്ഞ ആ സഹോദരനെ ബന്ധപ്പെടുകയും ആ സ്പോട്ടിൽ തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇവിടെ ഓടിയെത്തി. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് വേണാട് അൻസാരി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒക്കെ വന്ന് എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ആ കുഞ്ഞനുജനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവരവരുടെ കയ്യാൽ കൽപ്പിച്ചത് അത് 1 രൂപയാണെങ്കിലും എത്തിച്ച് ആ പ്രിയ സഹോദരനെ നമുക്കൊപ്പം നടന്നു കാണുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. അതിന് ദൈവം തമ്പുരാൻ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അത് പാഴായി പോകത്തില്ല. അതിന് അർഹമായ പ്രതിഫലം കൂടെ തമ്പുരാൻ തരുന്നതാണ്. എന്തായാലും നമ്മുടെ റിയാസ് എന്ന സഹോദരന്റെ ശ്രമഫലമായി പിന്നെ പുനർജനി ഇതുപോലുള്ള സാധുക്കളെ സഹായിക്കുന്ന ഒരു ട്രസ്റ്റാണ്. എന്തായാലും ആ സഹോദരങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഇവിടെ വന്ന് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ദൈവം തമ്പുരാൻ ഇതുപോലുള്ള ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അതായത് ആയുസ് നീട്ടി കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിനങ്ങും ഒരു ബുദ്ധിമുട്ടും വരുത്തരുത്. ദൈവം തമ്പുരാൻ അവർക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരവസ്ഥ ഈ ഒരൊറ്റ സഹോദരങ്ങൾക്കും വരുത്തരുത്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് കൂടുതലൊന്നും അവരെ കുറിച്ച് പറയാനില്ല. ഞങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന കൂട്ടായ്മയും പുനർജനി പുനരധിവാസ കേന്ദ്രത്തിൻ്റെ ചെയർമാനായ ഞാൻ ഉൾപ്പെടുന്ന ഒരു കുടക്കീഴിൽ എന്ന കൂട്ടായ്മയും ഈ സംഘടനയും കൂടെ ചേർന്നാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതെങ്കിലും കാരണവശാൽ ഇവർക്ക് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ പുനർജനി പുനരധിവാസ കേന്ദ്രം അദ്ദേഹത്തിൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് ഈ വേളയിൽ. എന്നിരുന്നാലും ഇത് കാണുന്ന പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വേളയിൽ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നെക്കാൾ ഏറെ വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെട്ട് അതിനു വേണ്ടുന്ന ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു വലിയ മാന്യ വ്യക്തിയായ എൻ്റെ കൂട്ടുകാരൻ നന്മയുടെ കല്ലമ്പലം എന്ന അതിലെ സംഘാടകനായ റിയാസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ കൂടുതൽ വളരെ ഭംഗിയായി നോക്കും എന്നെനിക്കറിയാം. എന്നിരുന്നാലും പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഈ വീഡിയോയുടെ അവസാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പരും IFSC കോഡും എല്ലാം വെക്കുന്നതാണ്. തീർച്ചയായിട്ടും സഹായം പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടെന്നല്ല, ഒരു ദയനീയ അവസ്ഥയാണ് ഇന്നത്തെ ഇത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവുന്ന എല്ലാ സഹായവും, കല്ലമ്പലത്തിൽ നാവായിക്കുളത്താണ് സ്ഥലം, അപ്പോൾ നിങ്ങൾ ആവുന്ന എല്ലാ സഹായവും ഇവിടെ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഇവിടെ ഇവർക്ക് ആരുമില്ല. ഇവർക്ക് ആകെ ആ അണ്ണാണിന്ന് ഈ വീട്ടിൽ പൈസയും ഇതെല്ലാം കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരിപ്പോൾ ഒരു പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡും എല്ലാം ഞാൻ ഗ്രൂപ്പിന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. ദിസ് ഇസ് ശങ്കുചൂടൻ വ്ലോഗ്സ്. ബൈ ബൈ.